വലിച്ചു കയറാൻ പാടില്ല, കരിങ്കൊടി പോലും നാട്ടാൻ പാടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് രാഷ്ട്രീയവും മതേതരവും ഒക്കെ ചർച്ച ചെയ്യുന്ന വിഷയമല്ലേ? അള്ളാഹുവിന്റെ വിധിക്ക് അത് പിന്നെ അള്ളാഹുവിന്റെ വിധി തൃപ്തമായി കൊണ്ടായിരിക്കണം ഒരു വിശ്വാസി ജീവിക്കേണ്ടത്. അത്തരത്തിൽ കറുത്ത ബാഡ്ജ് ധരിക്കുക, കരിങ്കൊടി നാട്ടുക, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വിധിക്ക് പരിപൂർണമായി തൃപ്തമാകാത്ത അവസ്ഥകൾ പ്രകടമാക്കുന്ന രീതിയെല്ലാം വിശുദ്ധ ഇസ്ലാം ഹറാമാക്കിയിട്ടുണ്ട്. പിന്നെ ഉസ്താദേ, മരിപ്പ് വീടറിയാൻ വേണ്ടിയല്ലേ കരിങ്കൊടി നാട്ടിരിക്കുന്നത്? നമ്മൾ വേറൊന്നുമല്ല, എന്തോ ആയിക്കോട്ടെ, ദീൻ പറഞ്ഞേ ഉള്ളൂ, ദീൻ പറഞ്ഞേ ഉള്ളൂ. ഇന്നൊരു ഫാഷനാണ് മരിച്ച വീട്ടിന്റെ കാക്കയോ പിന്നെ ഒരു കാക്കയോ താത്തയോ മരിച്ചാല് ആ വീട്ടിലേക്ക് പോകുന്ന വഴിയുടെ പോസ്റ്റിൽ ഒരു കരിങ്കൊടി ഉണ്ടാകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എവിടെ നിന്ന് കിട്ടി കരിങ്കൊടി? ആരുടെ ആചാരമാണ് കരിങ്കൊടി? ഏതു ദീനാ പഠിപ്പിച്ചത് കരിങ്കൊടി? വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു ഹറാമാണ്. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വിധം പിന്നെ തൃപ്തമാകാത്ത രീതിയിലുള്ള ഒരു മനുഷ്യന്റെ പ്രവർത്തനം, മരണത്തോടുകൂടി ഒരു മനുഷ്യൻ അതൃപ്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഹറാമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് കരയാം. എങ്ങനെയാ കരയേണ്ടത്? കണ്ണുനീരൊഴുക്കാം. വിഷമമുണ്ടാകും, പ്രയാസമുണ്ടാകും. കൂടെ കിടന്നുറങ്ങിയ ഭാര്യയാണല്ലോ മരിച്ചുപോയത്, മാതാവാണല്ലോ മരിച്ചുപോയത്, കൂടെ നമുക്ക് എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്ന പിതാവാണല്ലോ മരിച്ചുപോയത്. എന്റെ ഉമ്മ മരിച്ചതിന്റെ പേരിൽ, വാപ്പ മരിച്ചതിന്റെ പേരിൽ, ഭാര്യ മരിച്ചതിന്റെ പേരിൽ വല്ലാത്ത വിഷമവും സങ്കടവും ഉണ്ടാകുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൊട്ടിക്കരയല്ല, അലമുറയിട്ട് കരയലല്ല വേണ്ടത്. പരിപൂർണമായി വിഷമത്തോടുകൂടി പരിപൂർണമായി ക്ഷമിച്ചുകൊണ്ട് ആ പരിപൂർണമായി ക്ഷമിക്കാനും അതുപോലെ തന്നെ ആ പരിപൂർണമായ മഗ്ഫിറത്തിനു വേണ്ടിയും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവൻ പ്രാർത്ഥിക്കുകയും ദുആ ചെയ്യലുമാണ് വേണ്ടത്. പരിപൂർണമായി മയ്യിത്തിന് പുറത്തു കൊടുക്കണം. അല്ലാഹുവേ, മയ്യിത്തിന് നീ പുറത്തു കൊടുക്കണമല്ല, സ്വർഗ്ഗത്തിൽ ഉന്നതമായ പദവി കൊടുക്കണമല്ല, ഇങ്ങനെ പറയണം, ദുആ ചെയ്യണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് മലക്കുൽ മൗത്ത് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നുണ്ടല്ലോ. ആ മലക്കുൽ മൗത്ത് കടന്നു വരുന്ന കാഴ്ച തന്നെ വേദനയെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മലക്കുൽ മൗത്തിന്റെ കാഴ്ച, ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി സമയമാകുമ്പോൾ അസ്രായീൽ കടന്നു വരുന്ന രൂപം കണ്ടിട്ട് ആ രൂപത്തിലുണ്ടാകുന്ന വേദന, വല്ലദീ നഫ്സീ ബിയദിഹി ലമുആയനതു മലക്കുൽ മൗതി അശദ്ദു മിൻ അൽഫി ദർബത്തിൻ മിനസ് സൈഫ്. ഒരു വാള് കൊണ്ട് 1000 പ്രാവശ്യം വെട്ടിമുറിക്കുന്നതിന്റെ വേദനയാണ് അസ്രായീലിനെ കാണുമ്പോ ഉമ്മമാരെ വേദനയുണ്ടാകുന്നത്. 1000 പ്രാവശ്യം വെട്ടുന്നതിന്റെ വേദന. അസ്രായീൽ റൂഹ് പിടിച്ചിട്ടില്ല, അസ്രായീൽ റൂഹ് പിടിച്ചിട്ടില്ല. റൂഹ് പിടിക്കാൻ വേണ്ടി കടന്നു വരുന്ന കാഴ്ച കാണുമ്പോ തന്നെ ആ മയ്യത്തിന്, ആ റൂഹിന് അവന്റെ ശരീരത്തിൽ വാളുകൊണ്ട് 1000 പ്രാവശ്യം വെട്ടിയതിന്റെ വേദനയെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല മരണത്തിന്റെ ആ സക്രാത്തിന്റെ അവസ്ഥകൾ അല്ലാഹു എളുപ്പമാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരിക്കുമ്പോ ആത്മാവ് അസ്രായീൽ അലൈഹിസ്സലാത്തു, ഒരുപാട് നീട്ടി പറയാൻ സമയമില്ല, ഒരുപാട് വിഷയങ്ങൾ, ഇതിന്റെ ഒരുപാട് വിഷയങ്ങളുണ്ട്, ഞാൻ വളരെ ഷോർട്ടായിട്ടാണ് പറയുന്നത്. അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം മരണത്തെ റൂഹ് പിടിക്കാൻ വേണ്ടി കടന്നു വരുമ്പോ പലരും പുഞ്ചിരിച്ചു മരിക്കും, അല്ലെ? നമ്മുടെ കൂട്ടത്തിൽ വിശ്വാസികളായ പലരുമൊക്കെ മയ്യത്ത് സന്ദർശനത്തിന് പോയിട്ട് മയ്യത്തിനെ കണ്ടിട്ട് പറയും, അൽഹംദുലില്ലാഹ്, അദ്ദേഹം ജീവിച്ചതുപോലെ തന്നെ. സഹോദരിമാര് പറയും, എടീ, അയാൾ ജീവിച്ചതുപോലെ തന്നെ പുഞ്ചിരിച്ചു കൊണ്ട് കിടക്കുന്നു. ചിലര് പറയും, മയ്യത്ത് കണ്ടിട്ട് പറയും, വല്ലാത്തൊരു കോലത്തിലാ കിടക്കുന്നത്. അള്ളാഹു നമുക്ക് നന്മയുള്ള മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തിട്ടെന്നറിയോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ആത്മാവ് ഒരു മനുഷ്യന്റെ റൂഹ് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം എടുക്കുന്ന സമയത്ത് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നു, ലാ യഖ്റുജു റൂഹുൽ മുഅ്മിനി ഹത്താ യറാ മക്കാനഹു ഫിൽ ജന്ന. അവൻ എങ്ങോട്ടാണോ അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളത്, അവന്റെ സങ്കേതം സ്വർഗമാണോ, ആ സ്വർഗത്തെ കണ്ടുകൊണ്ടാണ് അവൻ മരിക്കുന്നത്. അവൻ സ്വർഗനിവാസിയാണെങ്കിൽ സ്വർഗത്തെ കണ്ടുകൊണ്ടാണ് അവൻ മരിക്കുന്നത്. ലാ യഖ്റുജു റൂഹുൽ മുഅ്മിനി ഹത്താ യറാ മക്കാനഹു ഫിൽ ജന്ന. അവൻ
അവനിങ്ങനെ സ്വർഗത്തെ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അസ്രായീൽ റൂഹ് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അവൻ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ കണ്ടുകൊണ്ട് കിടക്കുന്നുണ്ട്. അവന്റെ അടുത്തവന്റെ ഭാര്യയുണ്ട്, ഉമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, കുടുംബക്കാര് മുഴുവനുണ്ട്. അവന്റെ കൂടെ കിടന്ന ഭാര്യയുണ്ട്, അവന്റെ ഭർത്താവുണ്ട്, അവരുടെ ഭർത്താവുണ്ട് എന്ന് വേണ്ട, കുടുംബക്കാരെല്ലാം ചുറ്റും കൂടി നിൽക്കുന്നുണ്ട്. പക്ഷേ ആ സ്വർഗത്തിന്റെ അനുഗ്രഹീതമായ പറുദീസകൾ കണ്ടിട്ട് അവന്റെ ചുറ്റുമിരിക്കുന്ന അവന്റെ വാപ്പയെയും ഉമ്മയെയും അവൻ നോക്കുന്നില്ല. അവൻ താലോലിച്ചിരിക്കുന്ന അവന്റെ മക്കളെ അവൻ നോക്കുന്നില്ല. എന്തുകൊണ്ടെന്നറിയോ? അല്ലാഹു സ്വർഗത്തിൽ അനുഗ്രഹങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്ന ആ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ കണ്ടിട്ട് അതിലേക്കുള്ള ശ്രദ്ധ കാരണമായിട്ട് അവന്റെ അടുത്തു നിൽക്കുന്ന വാപ്പയെ കാണാൻ അവന് കഴിയുന്നില്ല, അവന്റെ ഉമ്മയെ ശ്രദ്ധിക്കാൻ അവന് കഴിയുന്നില്ല.